Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. ഇന്നലെ വായിച്ചു വെക്കായിരുന്നോ? Yes, ma'am. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായില്ല? ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നലെ ആയുഷിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ? ആയുഷ് എന്നാ ഫോം ചെയ്തെന്ന് പറഞ്ഞേ? ഫോം ചെയ്തെന്നാ? November 9, 2014. എയിം എന്താ ആയുഷിന്റെ? എയിം എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? Developing education and research of traditional medicine system. ഓക്കെ. ഇനി നമ്മള് ആയുർവേദ പറഞ്ഞല്ലേ? ആയുർവേദയില് എന്താ പറയുന്നേ? എത്ര കമ്പോണൻസ് ഉണ്ട് നേച്ചറില്? എലമെന്റ്സ്, 5 എലമെന്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതൊക്കെയാ? എയർ, എർത്ത്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാ? എത്ര കമ്പോണൻസ് ആയിട്ടാ കാണുന്നേ? 3 components. വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ അല്ലെ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാ ഡിസീസ് ഉണ്ടാകുന്നേ? ഒരെണ്ണത്തിന്റെ അളവ് കൂടുമ്പോ, ഒരെണ്ണത്തിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ ആണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവുന്നത്? രോഗം ഉണ്ടാവുന്നതെന്നാ പറയുന്നത് അല്ലെ? പിന്നെ എന്താണ്? സസ്യങ്ങളിൽ, ചെടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആയുർവേദത്തില് ഡ്രഗ്സ് റെഡിയാക്കുന്നത്. പിന്നെ അതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, സേഫ് ആണ് അല്ലെ? പിന്നെ യോഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? യോഗ എന്താ പറഞ്ഞത് ഞാൻ? യോഗ both science and art promote healthy living of human being. അല്ലെ? ഓക്കെ. ഇനി യുനാനി സിസ്റ്റം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? യുനാനി two തിയറീസ് അല്ലെ? ഫാദർ ഓഫ് യുനാനി ആരാ? ഹിപ്പോക്രാറ്റസ് അല്ലെ? 2 തിയറീസ് എന്തൊക്കെയായിരുന്നു? ചതുർഭൂത തിയറി അല്ലെ? ഓക്കെ. ഇനി യുനാനി ശാസ്ത്രം അനുസരിച്ച് എന്തൊക്കെയാ പറയുന്നേ? എത്ര കമ്പോണൻസ് ഉണ്ട്? 4 components. ഏതൊക്കെയാ കമ്പോണൻസ് എന്ന് പറഞ്ഞേ? ബ്ലഡ്, ഡാർക്ക് ബൈൽ, ബ്ലാക്ക് ബൈൽ അല്ലെ? ഓക്കെ. യുനാനിയും പറയുന്നത് എന്ത് തന്നെയാണ്? ഈ 4 കമ്പോണൻസിലെ ഏതെങ്കിലും ഒന്നിന്റെ അളവിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ഇനി സിദ്ധ സിസ്റ്റം എവിടെ നിന്നാ ഡിറൈവ് ചെയ്ത് വന്നേ? സിദ്ധ തമിഴ് കൾച്ചറിൽ നിന്നാണല്ലേ വന്നത്. ഓക്കെ. സിദ്ധ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫിലോസഫി എന്താ? ഫുഡ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഈസ് ഫുഡ് അല്ലെ? ഓക്കെ. ഇനി സിദ്ധ സിസ്റ്റത്തിലും എന്ത് തന്നെയുണ്ട്? 3 കമ്പോണന്റ് ഇല്ലേ? എന്തൊക്കെയാ? വാത, പിത്ത, കഫ. ഓക്കെ. ഇനി നാച്ചുറോപ്പതി എന്താ പറയുന്നേ? നാച്ചുറോപ്പതി നമ്മുടെ ശരീരത്തിൽ എന്താണ്? ചില വിഷപദാർത്ഥങ്ങൾ ഉണ്ട്. അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എന്താണ്? നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസിൽ പഠിക്കുന്നത്. ഇനി നമ്മള് രണ്ടാമത് ഇന്നലെ പറഞ്ഞത് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് വന്നപ്പോൾ അതിനെ പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് അങ്ങനെയുള്ള ഒരു 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് തന്നെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയായിരുന്നു, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയായിരുന്നു എന്നൊക്കെയോ ആ ഒരു സിസ്റ്റം ഒരു ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഏത് വർഷമാണ്? ഫസ്റ്റ് പീരീഡ് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 to 1983 അല്ലെ? ഓക്കെ. 2 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? 2 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? ഹെൽത്ത് കെയർ കിട്ടാണ്ട് പേ ചെയ്യാതെ ഹെൽത്ത് കെയർ കിട്ടാണ്ട് ഒരാൾ പോലും പാടില്ല, നിഷേധിക്കില്ല. ഒരു കാര്യം, അത് പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ കിട്ടാതിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കാൻ പാടില്ല. ഓക്കെ. അതായത് പണമില്ലാത്തവന് എന്ത് ചെയ്യണം? അവർക്കും എന്ത് ചെയ്യണം? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേജില് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിള്. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്
ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഞാൻ പറയല്ലേ, വിദ്യാഭ്യാസം, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 6 തുടങ്ങി 14 വരെയുള്ള കുട്ടികൾക്ക് എന്താണ് കമ്പൽസറി ആണ് അല്ലെ. അവരെ എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ആരാ പ്രൊവൈഡ് ചെയ്യണ്ടേ? സ്റ്റേറ്റ് ആണ്, രാജ്യമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ എന്താണ്, അവരുടെ അങ്ങനെ ചെയ്യാത്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ എന്ത് ചെയ്യും? കുറ്റാരോപണം നടത്തും. ഓക്കെ, അവരെന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോവാം. ഓക്കെ, അങ്ങനെ ഇപ്പൊ നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാണ്? കുട്ടികളെ സൗജന്യവും നിർബന്ധിതമായിട്ട് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ? അതുപോലെ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പോളിസി ആയിരുന്നു എന്ത്? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ വന്നു. രണ്ടാമത്തെ സ്റ്റേജ് എപ്പോഴാ? 1983 to 2000. ഓക്കെ, ഇതിനകത്ത് 1983 എന്താ പ്രൊക്ലെയിം ചെയ്തേ? ഹെൽത്ത് പോളിസി. ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തല്ലേ. ഇതിലൂടെ എന്താ ചെയ്തത്? മെയിൻ ആയിട്ട് എന്താ ചെയ്തേ? നഗരപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്താ കൊടുത്തേ? മെയിൻ ആയിട്ട് അതായത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് എന്താണ് ധാരാളം കുഗ്രാമങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അവിടേക്ക് എന്താണ് ധാരാളം പേരെന്താണ് പട്ടിണി മൂലവും അതുപോലെ തന്നെ എന്താ പറയാ അവരുടെ അവസ്ഥ മൂലമൊക്കെ എന്താണ് മരിക്കേണ്ടി വന്നിട്ടുണ്ട്, ചികിത്സ കിട്ടാത്തത് മൂലം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ എന്തിൽ ചെയ്തത്? സെക്കൻഡ് സ്റ്റേജ് ചെയ്ത് കേട്ടോ. അപ്പൊ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിലൂടെ, അതായത് ദേശീയ ആരോഗ്യ ദൗത്യം അതിന്റെ ഭാഗമായിട്ട് NHPs നടപ്പാക്കുന്നതിലൂടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളിലേക്ക് ഹെൽത്ത് കെയർ എത്തുകയും അവർക്ക് സൗജന്യമായിട്ട് എന്താണ് ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ രീതികൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയുമാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്യാമ്പ് ഒക്കെ നടത്തിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലെ ക്യാമ്പ് ഒക്കെ നടത്തില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? കാരണം അവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യില്ല, സിറ്റിയിലേക്കൊക്കെ വരവ് കുറവാണ് അവരുടെ. കാരണം കൂടുതലും ഇത് തന്നെയാണ്, പണമില്ലാത്ത പ്രശ്നം കൊണ്ട്, പിന്നെ ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ, അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടൊക്കെ, അതായത് കിലോമീറ്ററുകളോളം ദൂരത്തിലായിരിക്കും ചിലപ്പോൾ സിറ്റി ഒക്കെ ഉണ്ടാവുക. അവിടെ ചെന്നാലായിരിക്കും ചിലപ്പോൾ നല്ലൊരു ഹോസ്പിറ്റൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പൊ ഇതും കൊണ്ടൊക്കെ ഉള്ള ഇതിന്റെയൊക്കെ ഒരു അഭാവം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങള് കൂടുതലും ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളിലെ അങ്ങോട്ട് പോവാത്തത്. അപ്പോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താണ് സ്റ്റേറ്റ് തന്നെ എന്താണ് മുൻകൂട്ടി ഇത് എന്താ പറയാ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവർക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തുകയും, ക്യാമ്പുകൾ നടത്തിയാൽ എന്താ പ്രയോജനം? ക്യാമ്പുകൾ നടത്തുമ്പോൾ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? ആ ക്യാമ്പ് ആ പ്രദേശത്ത് വരും, അല്ലെ ക്യാമ്പ് നടക്കുന്ന ആ സ്ഥലത്ത് വരും. അപ്പൊ എന്താണ് ഫ്രീ ആയിട്ട് ഇവരെ കൺസൾട്ട് ചെയ്യാണ് ഡോക്ടേഴ്സ്, പിന്നെ ഫ്രീ ആയിട്ട് ഡയഗ്നോസ് ചെയ്യും, പിന്നെ ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയും, ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. ഇങ്ങനെ വരുന്ന രോഗികൾക്ക് ഡിസ്കൗണ്ടുകളും കൊടുക്കും. കാരണം അധികം പൈസ ഒന്നും ചെലവാക്കാതെ എന്ത് ചെയ്യുക, ക്യാമ്പിൽ അറ്റൻഡ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു രേഖ കാണിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിന്റെ ഡിസ്കൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളും കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള എന്ത് ചെയ്തത്, അതായത് ഗ്രാമപ്രദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് കെയർ സജീവമാകുന്നത്. പിടിയിട്ടില്ല നിങ്ങൾക്ക്? മനസ്സിലായി. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജ് ആണ്, തേർഡ് ഫേസ് ആണ് പറയുന്നത് പോസ്റ്റ് 2000, അതായത് 2000-ന് ശേഷം എങ്ങനെയാണ് ഹെൽത്ത് കെയറിൽ ഉണ്ടായ മാറ്റം എന്നാണ് കേട്ടോ നോക്കുന്നത്. വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ഫോക്കസ്, the current phase addresses main issues such as public-private partnership, liberalization of insurance sector and the government as a financier. അതായത് ഈ ഒരു തേർഡ് ഫേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മൾ ഈ രണ്ട് സ്റ്റേജിലും നമ്മുടെ ഇത് ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, പബ്ലിക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മുൻകൈ എടുത്ത് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നത്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ തേർഡ് സ്റ്റേജിലേക്ക് വന്നപ്പോഴെന്താണ്, ഗവൺമെന്റ് എന്ത് ചെയ്തു, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും കൂടി ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഹെൽത്ത് കെയർ എന്നുള്ളത്
പാർട്ട്ണർഷിപ്പിൽ കൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഇതോടുകൂടിയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നേ, അതായത് സ്വകാര്യ ആശുപത്രികള്, സ്വകാര്യ വ്യക്തികളൊക്കെ കൂടി എന്താണ് ആ ഒരു ഹെൽത്ത് കെയർ, അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം എന്നുള്ളത് കുറച്ചും കൂടി സ്വകാര്യ മേഖലയിലേക്ക് വരാനായിട്ട് ആരംഭിച്ചു. കുറെ വ്യക്തികള് ഹോസ്പിറ്റലുകളിൽ സ്ഥാപിച്ചു. അപ്പോ എന്താണ് ഗവൺമെന്റിന് എന്താ ചെയ്യുന്നത്, ഗവൺമെന്റ് ഇവരെ എന്താണ് പാർട്ട്നേഴ്സ് ആയിട്ട് ഇതാക്കാൻ റിസീവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പില് ആളുകൾക്ക് എന്ത് ചെയ്യുക, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചികിത്സ സേവനം അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു രീതി വന്നതെന്നാണ് അത് ഈ 3rd സ്റ്റേജിലാണ്. പിന്നെ ഇവിടെ വേറൊരു പോയിന്റ് പറയുന്നത് ഇൻഷുറൻസിന്റെ വരവ് കേട്ടോ, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്. അതായത് 2000 ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ രംഗത്ത് ഇൻഷുറൻസിന്റെ കടന്നുവരവ് ആരംഭിക്കുന്നത്. നമുക്കറിയാലേ, നമുക്ക് തന്നെ ഇൻഷുറൻസ് കാർഡുകളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ ഇൻഷുറൻസ് കാർഡാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് RSBY എന്ന് പറയുന്നത്. BY എന്ന് പറയുന്ന ഒരു പദ്ധതി. അതായത് പണമില്ലാത്തത്, ഞാൻ പറഞ്ഞു പണമില്ലാത്തത് കൊണ്ട് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ വന്നപ്പോൾ കാരണം എന്താണ്, കാരണം ധാരാളം ആളുകൾ പിന്നോക്കാണ് നിൽക്കുന്നത്. കാരണം പണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവര് എവിടെയും പോവില്ല. വലിയ വലിയ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മിഡ് സൈസ് ഇടത്തരം ഹോസ്പിറ്റലുകളോ ഒന്നും എന്ത് ചെയ്യില്ല, ഇവര് ചികിത്സിക്കാനായിട്ട് പോകില്ല, പണമില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കാരണം. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താണ്, ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇൻഷുറൻസ് പദ്ധതികൾ ആരംഭിച്ചു. അതായത് അതായത് നിശ്ചിത തുക നിരക്കിൽ, അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഇപ്പോ ഇത്ര ലക്ഷത്തിനുള്ളിൽ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ ഇൻഷുറൻസ് കാർഡുകള് വിതരണം ചെയ്തു. ഇതിലൂടെ ഒരു കുടുംബത്തിലെ ഇത്ര വ്യക്തികൾക്ക് വർഷത്തിൽ ഇത്ര തവണ എന്നുള്ള നിരക്കിലൊക്കെ എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് സൗജന്യമായിട്ട് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, നമുക്കറിയാലോ, നമുക്കുണ്ട് ഇൻഷുറൻസ് കാർഡുകളൊക്കെ. അപ്പോ ഗവൺമെന്റ് ഈ ഹെൽത്ത് കെയർ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 3rd സ്റ്റേജിൽ ഇനീഷ്യേറ്റ് എടുത്ത് ചെയ്ത ഒന്നാണ് എന്ത്, ഇൻഷുറൻസ് ലിബറലൈസ് ചെയ്യുക, എല്ലാ ജനങ്ങളിലേക്കും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എത്തിക്കുക. ഓക്കെ, അപ്പൊ അതുമൂലം എന്ത് ചെയ്യും, എല്ലാ ജനങ്ങളും എന്ത് ചെയ്യും, ചികിത്സ ചെയ്യും അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും അവരെന്ത് ചെയ്യില്ല, പിന്നോക്കം നിൽക്കില്ല. തങ്ങൾക്ക് ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്കം നിൽക്കില്ല. കാരണം അവർക്കൊരു ബലം ഉണ്ട്, എന്താണ്, തങ്ങളുടെ കയ്യിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, എല്ലാ ജനങ്ങളിലേക്കും ഹെൽത്ത് കെയർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കാർഡുകള് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള പണമൊക്കെ ഇറക്കുന്നത് ആര് തന്നെയാണ്, ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതലാണ്, അത് 3rd സ്റ്റേജ് മുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫസ്റ്റ്, സെക്കൻഡ്, 3rd സ്റ്റേജ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണോട്ടോ. എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ 3 സ്റ്റേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്തത് എടുക്കാനുള്ളത് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ബിൻ ഡെവലപ്ഡ് ആസ് എ 3-tier സിസ്റ്റം. അതായത് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഒരു രൂപരേഖ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ 3-tier സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 3 തട്ടുകളിലായിട്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം കാണപ്പെടുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ് സെന്റേഴ്സ് ആണ്. സബ് സെന്റേഴ്സ് കേട്ടോ. അപ്പൊ എന്താണ് സബ് സെന്റേഴ്സ് എന്ന് നോക്കാം. ഇൻ റൂറൽ ഏരിയാസ്, health sub-centers make up the institutional basis of primary care. It typically performs basic medical services, immunization, and referral. Sub-centers are usually temporary structure, employing 1-2 care workers in most locations. Each sub-centers is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. അപ്പൊ ഈ സബ് സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഹെൽത്ത് സെന്ററുകളില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്,
സബ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു ഹെൽത്തിനെയാണ് എന്ത് പറയുന്നത്, ഹെൽത്ത് സെന്ററിനെയാണ് ഈ സബ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ റൂറൽ ഏരിയാസില് ഹെൽത്ത് സബ് സെന്റേഴ്സ് മേക്കപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഓഫ് പ്രൈമറി കെയർ. അതായത് നമുക്ക് പ്രാഥമികം അതായത് പ്രൈമറി ആയിട്ടൊരു കെയർ നൽകുന്നത് ആരാണ്, ഈ ഒരു സബ് സെന്റേഴ്സ് ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇറ്റ് ടിപ്പിക്കലി പെർഫോംസ് മെഡിക്കൽ സർവീസ്. അതായത് ഇത് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസുകളാണ് ആളുകൾക്ക് നൽകുന്നത്. അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ സർവീസ് മാത്രമേ നടത്തുന്നുള്ളൂ, ഹെൽത്ത് നമുക്ക് തരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സബ് സെന്റർ നമുക്ക് തരുന്നത് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാൻ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഹെൽത്ത് സെന്റർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. എന്താണ്, ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് പ്രൈമറി കെയർ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുള്ളൂ. അതുകൂടാതെ ബേസിക് മെഡിക്കൽ സർവീസേ കിട്ടുള്ളൂ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ അവിടെ നടത്താറുണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ പോകുന്നുണ്ടല്ലോ, അവിടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഇമ്മ്യൂണൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ പോകാറുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ എന്താണ്, ടെമ്പററി സ്ട്രക്ചർ ആണ്. അതായത് ഈ സബ് സെന്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഡെയിലി പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഒന്നല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമായിരിക്കാം എന്ത് പ്രവർത്തിക്കുന്നത്, ഈ ഒരു സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഓക്കെ. എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ് ഇൻ മോസ്റ്റ് ലൊക്കേഷൻ. പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഈ ഒരു ലൊക്കേഷനിൽ 1-2 കെയർ വർക്കേഴ്സേ ഉണ്ടാവുള്ളൂ. 1-2 കെയർ വർക്കേഴ്സോ മാത്രമാണ് അവിടെ ഉണ്ടാവുക, ഈ ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുക. ഈച്ച് സബ് സെന്റർ ഈസ് സപ്പോസ് ടു പ്രൊവൈഡ് ഇൻഡെൻസിബിൾ ഫോർ അപ് ടു 5,000 ഇൻഡിവിജ്വൽസ്. പിന്നെ എന്താ പറയുന്നത്, അതായത് 5000 ആളുകൾക്ക് അല്ലെങ്കിൽ 5000 വ്യക്തികൾക്കാണ് ഒരു സബ് സെന്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 5000 പേരാണെങ്കിൽ 5000 പേർക്കും എന്തോ ചെയ്യുന്നുണ്ട്, ഈ ഒരു സബ് സെന്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസ് നൽകുന്നുണ്ട്. ഓക്കെ. ഇനി അതുകൂടാതെ ഈ സബ് സെന്ററിലെ, അതായത് ഈ സബ് സെന്ററിന് അണ്ടറിലായിട്ട് എന്താണ്, ധാരാളം കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സബ് സെന്ററിൽ അണ്ടറിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഹെൽത്തിൽ നിന്നൊക്കെ ആള് വരുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഓരോരോ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ സൂപ്പർവിഷനിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, മനസ്സിലാവാത്തതായിട്ടേക്ക് ചോദിക്കാം കേട്ടോ. സബ് സെന്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ ഹെൽത്ത് സെന്റർ തന്നെയാണ്. ഇവര് നൽകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് മെഡിക്കൽ പ്രൈമറി കെയർ ആണ്. അതുകൂടാതെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസ് നൽകുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷൻ നൽകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് 1-2 കെയർ വർക്കേഴ്സ് ആണ്. അതുകൂടാതെ 5,000 ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ അണ്ടറിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതൊന്ന് സബ് സെന്റർ എഴുതിയിട്ടൊന്ന് പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണ് അങ്ങനെ പഠിക്കാനായിട്ട്. കുഴപ്പമില്ലല്ലോ, റെഡി അല്ലേ എഴുതാൻ? ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. സബ് സെന്റർ എന്ന് കൊടുക്കുക. ഫസ്റ്റത്തെ നോട്ട് എഴുതണ്ടേ? ഇതാണല്ലേ. ഇത് വേണ്ട, ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, കുഴപ്പമില്ല. സ്ലൈഡ് തന്നെ വായിച്ചു നോക്കിയാതെ കേട്ടോ. സബ് സെന്റർ എന്ന് കൊടുക്കുക കേട്ടോ. 3 ടയർ സിസ്റ്റം എന്ന് ഫസ്റ്റ് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സബ് സെന്റർ എന്ന് കൊടുക്കുക. It provides, first point ആയിട്ട് എഴുതാം കേട്ടോ. It provides institutional basis of primary care. It provides stop recording. It provides institutional basis of primary care. It provides institutional basis of primary care. First point കേട്ടോ. Okay, next one. It performs basic medical service and immunization. It performs
ബേസിക് മെഡിക്കൽ സർവീസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. ബേസിക് മെഡിക്കൽ സർവീസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. അടുത്ത പോയിന്റ് എഴുതാ ടെമ്പററി സ്ട്രക്ചർ കേട്ടോ. സ്ഥിരമായിട്ടുള്ളതല്ല, എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒന്നല്ല സബ് സെന്റർ എന്ന് പറയുന്നത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ടെമ്പററി സ്ട്രക്ചർ. അടുത്ത പോയിന്റ് എഴുതാ എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ്. 1-2 കെയർ വർക്കേഴ്സ്. എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാ ട്രീറ്റ് 5,000 ഇൻഡിവിജ്വൽസ്. ട്രീറ്റ് 5,000 ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇത് കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് കേട്ടോ. ബി, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. PHCs are usually small, about 5 beds, 1-2 qualified doctors, and 14 paramedics and support staff. PHC is typically a referral unit for a sub-center cluster of about 6. The primary healthcare center PHC are in the charge of 6 sub-center each. In addition to outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serves 13,000 people. ഓക്കെ, അപ്പൊ PHC അഥവാ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ തൊട്ടടുത്തിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതിനെയാണ് എന്ത് പറയുന്നത്? PHC എന്ന് പറയുന്നത് കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെയാണ്. അവിടെ 5 ബെഡ്സ് ഉണ്ടാവും എന്തായാലും കേട്ടോ. ഹോസ്പിറ്റലിൽ ഈ PHC എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലില് 5 ബെഡ്സ് ഉണ്ടാകും. 5 ആളുകൾക്ക് കിടക്കാനുള്ള കിടക്കകൾ എവിടെ ഉണ്ടാകും? ഈ ഒരു PHCയിൽ ഉണ്ടാകും. അതുകൂടാതെ 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും, ഈ ഒരു PHCയിൽ ഉണ്ടാകും. കൂടാതെ 14 പാരാമെഡിക് സ്റ്റാഫ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്, അതുകൂടാതെ 14 പാരാമെഡിക്സും അതുപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളും ഉണ്ടാകും. അതുകൂടാതെ PHC എന്ന് പറയുന്നത് ടിപ്പിക്കലി റെഫറൽ യൂണിറ്റ് ഫോർ എ സബ് സെന്റർ ക്ലസ്റ്റർ ഓഫ് അബൌട്ട് 6. അതായത് ഒരു PHC എന്ന് പറയുന്നത് 6 സബ് സെന്ററുകളുടെ ഒരു ക്ലസ്റ്റർ ആണ് കേട്ടോ. അതായത് ഈ PHCയിൽ നിന്നാണ് ഈ ഒരു സബ് സെന്ററുകളിലേക്ക് എന്ത് പോകുന്നത്? നിർദ്ദേശങ്ങൾ പോകുന്നത്. ഇപ്പൊ ഹെൽത്തിലെ ആളുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ? അത് അവരൊക്കെ എന്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് വരുന്നേ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നേ? ആരുടെ നിർദ്ദേശപ്രകാരം വരുന്നേ? ഹെൽത്തിലെ ആളുകള് പറ, ആരുടെ നിർദ്ദേശപ്രകാരമാ വരുന്നേ? PHC കേട്ടോ. PHC ആണ് അവർക്ക് മുകളിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ PHC എന്ന് പറയുന്നത് ഈ ഒരു 6 സബ് സെന്ററുകളുടെ ഒരൊറ്റ ഇതായിട്ടാണ് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. The primary healthcare center PHC are in charge of 6 sub-center each. അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. In addition to outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serve 30,000 people. അതായത് ഔട്ട്പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആര് കൊടുക്കുന്നുണ്ട്? PHCs നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെന്ത്? ഈ PHC എന്ന് പറയുന്നത്. അവിടെ ധാരാളം ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് സേവനം കൊടുക്കുന്നുണ്ട് അല്ലെ? പുറത്തുനിന്ന് രോഗികൾ വരുമ്പോൾ അവരെ ഡോക്ടറെ കണ്ട് അവര് മരുന്ന് വാങ്ങിച്ചിട്ടാണ് അവര് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സേവനം അവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്താ പറയുന്നേ? 4 to 6 ബെഡ്സ് വരെ ആളുകളെ അവിടെ കിടത്തി ചികിത്സിക്കാം. ഇൻ പേഷ്യന്റ് സേവനം അവിടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആസ് പെർ ദ പ്ലാൻ PHC സർ 30,000 പീപ്പിൾ. പിന്നെ ഒരു PHC എന്ന് പറയുന്നത് 30,000 ആളുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ
സെർവ് ചെയ്യുന്നുണ്ട്. 30,000 ആളുകൾക്കുള്ള സർവീസ് എവിടെ കൊടുക്കുന്നുണ്ട്? ഈ ഒരു PHSCയില് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് എഴുതാം. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് എഴുതാം. PHCs are usually small. PHCs are usually small. ബ്രാക്കറ്റിൽ എഴുതാം about 5 beds എന്ന് എഴുതാം കേട്ടോ. about 5 beds. about 5 beds. അടുത്ത പോയിന്റ് എഴുതാം 1-2 qualified doctors. 1-2 qualified doctors. qualified doctors. And അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം 14 paramedics and support staff. 14 paramedics and support staff. Next point എഴുതാം PHC are in charge of 6 sub-center each. PHC are in charge of 6 sub-center each. Okay, next point എഴുതാം PHC serves 13,000 people. PHC serves 13,000 people. ഓക്കെ, എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പറയാണ് കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ഇപ്പൊ സബ് സെന്റർ പറഞ്ഞു, നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്റർ പറഞ്ഞപ്പോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്തായിരിക്കും? എന്തായിരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ? അപ്പോ ആരെങ്കിലും ഒരാൾ പറ. ആരും ഇല്ലേ? എല്ലാരും പോയോ? എന്തായിരിക്കും ഗോപിക എന്ന് പറഞ്ഞേ? എന്തായിരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോ? ഇപ്പോ റൂറൽ കൺട്രീസിന് ആണോ? എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പോയിട്ടില്ലേ? നിങ്ങളവിടെ പോയിട്ടില്ലേ? താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, ആരും പോയിട്ടില്ല. പോയിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിനാണ് എന്ത് പറയാ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയാ കേട്ടോ. ഓക്കെ, അതിനെയാണ് പറയാന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന് കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ദ സെക്കൻഡറി സെക്ടർ ഓഫ് ദ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടർ ഓഫ് ദ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നതാണ്. റൂറൽ ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് റൂറൽ ഹോസ്പിറ്റൽസ്, അതായത് പൊതുവെ നമ്മൾ കാണുന്ന റൂറൽ ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നത് ഏതൊരു വിഭാഗത്തിലാണ്? അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി CHC സർവിംഗ് ഫോർ PHCs, അതായത് ഒരു CHCs സെർവ് ചെയ്യുന്നത് 4 PHCs-നെയാണ്. അതായത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെർവ് ചെയ്യുന്നത് 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകളെയാണ്. അപ്പൊ ഈ 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ ഹെഡായിട്ട് വരുന്നത് ആരാണ്? ഒരു CHC ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി
The CHC's specialized medical services are meant for 1,20,000 people. ഒരു CHC സെർവ് ചെയ്യുന്നത് 1,20,000 ആളുകളെയാണ് അല്ലെ, 1,20,000 അല്ലെ, 1,20,000 പീപ്പിളിനെയാണ് ഒരു CHC എന്ത് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത്. Community health centers are supposed to have at least 30 beds, an operation theater, a laboratory, X-ray facilities, as well as a team of 4 medical specialists. അതായത് ഞാൻ പറഞ്ഞു, ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയാണ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് സാധിക്കാം. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക, അവിടെ എന്താണ് ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട് അല്ലെ. ഡെയിലി എന്താണ്, അതായത് ഇപ്പോ ഒരു ജില്ലയിൽ നിന്ന് തന്നെ എന്താണ് പല ആളുകളും എന്ത് ചെയ്യാം അവിടെ വന്നേ, അതായത് പല പല താലൂക്കുകളിലുള്ള ആളുകളൊക്കെ വരുന്നത് എവിടെ തന്നെയാണ്, അവിടെയാണ് വരുന്നത്. സോറി, പല താലൂക്കല്ല, ഒരു താലൂക്കിൽ തന്നെയുള്ള ആളുകൾ അല്ലെ, പല പഞ്ചായത്ത് അല്ലെങ്കിൽ പല മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആളുകൾ വരുന്നത് എവിടേക്കാണ്, ഈ ഒരു CHCയിലേക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു CHC എന്ന് പറയുന്നത് 4 PHCകളുടെ ഒരു ഹെഡായിട്ട് വരും. ഓക്കെ, ഒരു CHC എന്ന് പറയുന്നത് 4 PHCകളുടെ ഒരു ഹെഡായിട്ട് വരും. അതുകൂടാതെ എന്താണ്, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം ധാരാളം ഡോക്ടർമാർ അവിടെ ഇരിപ്പുണ്ട് അല്ലെ. നമുക്ക് കൺസൾട്ടേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് പല പല ഡോക്ടേഴ്സ് ഉണ്ട്. ഫിസിഷ്യൻ ഉണ്ടാവാം, ഓർത്തോ ഉണ്ടാവാം, ENT ഉണ്ടാകാം, ഗൈനക്ക് ഉണ്ടാകാം. അങ്ങനെ പല പല ഡോക്ടർമാരെ നമുക്ക് ഈ ഒരു CHCയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ 1,20,000 പീപ്പിൾസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു CHC എന്ത് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് 30 ബെഡുകൾ അവിടെ ഉണ്ടാകും കേട്ടോ, 30 കിടക്കകൾ കേട്ടോ. അതായത് 30 പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം എവിടെ ഉണ്ടാകും, ഈ ഒരു CHCയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ എന്താ പറയുന്നത്, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്തായാലും ഒരു CHCയിൽ ഉണ്ടാകും. പിന്നെ ഒരു ലബോറട്ടറി ഉണ്ടാകും. പിന്നെ എക്സ്റേ ഫെസിലിറ്റീസ് കേട്ടോ, എക്സ്റേ എടുക്കാനുള്ള സൗകര്യങ്ങള്. പിന്നെ എന്താണ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതായത് അറ്റ്ലീസ്റ്റ് എന്താണ് പറയുന്നത്, അതായത് പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ പല മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും. ഈ CHCയില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ 3ൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ഇതിന്റെ നോട്ട് ഒന്ന് CHC എന്നൊന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. CHC എന്ന് ഹെഡിങ് കൊടുക്കുക. The secondary sector of the Indian healthcare system. ആദ്യത്തെ പോയിന്റ്, the secondary sector of the Indian healthcare system. The secondary sector of the Indian healthcare system. One CHC serving 4 PHCs. One CHC serve 4 PHCs. 4 PHCs. Next point എഴുതാം. CHC serve 1,20,000 people. CHC serve
20,000 people. CHC serve 1,20,000 people. The CHC have at the next point, the CHC have at least 30 beds. The CHC have at least 30 beds. 30 beds. The operation theater, laboratory, X-ray facilities. 4 medical specialists. 4 point എഴുതാട്ടോ. Operation theater, laboratory, X-ray facilities. പിന്നെ എന്താണ് 4 medical specialists. ഓക്കെ, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് നിങ്ങൾ എഴുതാം കേട്ടോ. ഇതിന്റെ താഴെ ഇതിപ്പോ നമ്മൾ 3 ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോയിന്റ് ആയിട്ട് എഴുതുന്നത്. അത് കൂടാതെ ചില പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് എഴുതാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എഴുതിക്കോളൂ കേട്ടോ. PHC is the first contact between village community and the medical officer. PHC is the first contact between village community and the medical officer. ഈ PHC എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കോണ്ടാക്ട് ആണ്. ആര് തമ്മിലുള്ള? വില്ലേജ് കമ്മ്യൂണിറ്റിയും ഒരു മെഡിക്കൽ ഓഫീസറും തമ്മിലുള്ള. അതായത് നമ്മുടെ ഇപ്പൊ സാധാരണ എന്താണ്, ഗ്രാമപ്രദേശങ്ങളിലാണ് ആളുകൾ കൂടുതലായിട്ട് താമസിക്കാറുള്ളത് അല്ലെ, നഗരപ്രദേശങ്ങളിലുണ്ട്. എന്നാലും PHC എന്ന് പറയുന്നത്, PHC, CHC, ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എന്താ പറയാ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളാണ് ആ ഒരു അവരുടെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെല്ലുന്നത്. അപ്പൊ PHC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫസ്റ്റ് കോണ്ടാക്ട് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ചെറിയൊരു ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടെയാണ്? ഈ ഒരു PHCയിലാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഫസ്റ്റ് കോണ്ടാക്ട് ആണ്. ആര് തമ്മിലുള്ള? വില്ലേജ് കമ്മ്യൂണിറ്റി, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളും അതുകൂടാതെ മെഡിക്കൽ ഓഫീസറും തമ്മിലുള്ള ഒരു ഫസ്റ്റ് കോണ്ടാക്ട് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു PHCയിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മളൊരു പട്ടി കടിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ്, നമ്മളൊരു പട്ടി കടിച്ചെന്ന് വിചാരിക്കാം. നമ്മൾ വേഗം ഓടിച്ചിരുന്നത് എവിടേക്കായിരിക്കും? PHCയിലേക്കായിരിക്കും അന്ന് നമ്മൾ ഓടിച്ചിരുന്നത്. പക്ഷെ അവിടെ നമ്മൾക്ക് തരുന്ന സർവീസ് എന്ന് പറയുന്നത് മിനിമം ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് നമ്മളെ പട്ടി കടിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവര് ജസ്റ്റ് അതൊന്ന് ഒബ്സർവ് ചെയ്യും, അവരൊന്ന് നോക്കും, ഡോക്ടർ ഒന്ന് നോക്കും. നോക്കിയിട്ട് എന്ത് ചെയ്യും? ജസ്റ്റ് ആ മുറിവിലൊന്ന് എന്ത് ചെയ്യും, മുറിവൊന്ന് വാഷ് ചെയ്തിട്ടോ ഒരു പഞ്ഞി കോട്ടൺ കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ആ ഒരു രക്തക്കറ മാച്ചുകളയോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ കിട്ടണമെങ്കിൽ, അതിനുള്ള കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോവേണ്ടേ? CHCയിലോട്ടാ പോവേണ്ടേ കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് നമുക്ക് ആനുകൂല്യം ലഭിക്കുക. ആ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? CHC എന്നാണ് കിട്ടുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു
PHSC ചെയ്യുന്നത്. അപ്പൊ ആളുകൾ ഫസ്റ്റ് ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാ? PHSC ചെല്ലുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ വില്ലേജ് കമ്മ്യൂണിറ്റി ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് PHC സൂപ്പർവൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ PHC സൂപ്പർവൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. PHC സൂപ്പർവൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ മിനിമം ബേസിക് നീഡ് പ്രോഗ്രാം. ഓക്കെ, എഴുതിയോ? PHC സൂപ്പർവൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ മിനിമം ബേസിക് നീഡ് പ്രോഗ്രാം. അപ്പൊ PHC എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എന്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്? അണ്ടർ മിനിമം ബേസിക് നീഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു PHC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത് കേട്ടോ. ഗവൺമെന്റിന്റെ ബേസിക് നീഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി PHCയിലെ OPD അതായത് OP സമയം എന്ന് പറയുന്നത് 6 hours ആണ് കേട്ടോ. 6 മണിക്കൂറാണ്. 6 മണിക്കൂറാണ് എന്ത് PHCയിലെ സെർവിങ് ടൈം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും? അവിടെ ഫുൾ അവർ ഒന്നും എന്തുണ്ടാവില്ല, OP പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ 6 മണിക്കൂറാണ് ഇതിന്റെ എന്ത് പറയുന്നേ OP ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മിനിമം 6 hours OP. മിനിമം 6 hours OP. മിനിമം 6 hours OP. 6 hours OP. മിനിമം 6 hours OP കേട്ടോ. 6 മണിക്കൂർ. ഓക്കെ, ഇനി CHC എന്നൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. CHC എന്ന് കൊടുക്കുക. കുറച്ചുള്ള എഴുതാനായിട്ട് കേട്ടോ. CHSനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ആൻഡ് ജനറൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ്. ഇവിടെ ആരുണ്ടാവും? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജനറൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ് എവിടെ അവൈലബിൾ ആണ്? ഈ ഒരു CHSയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതി തരുന്നത് കേട്ടോ. പോയിന്റ് ഒന്നുകൂടി പറയാം മിസ്റ്റർ. സ്പെഷ്യലിസ്റ്റ് ആൻഡ് ജനറൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ്. Specialist and general duty doctors. Specialist and general duty doctors. അപ്പൊ ആരൊക്കെ ഉണ്ടാവുക? അത് ആരൊക്കെയാണെന്ന് എഴുതിക്കോട്ടോ. ഫിസിഷ്യൻ ഉണ്ടാവും അവിടെ CHSയിൽ കേട്ടോ. ഫിസിഷ്യൻ ഉണ്ടാവും, പീഡിയാട്രീഷ്യൻ ഉണ്ടാവും. ഫിസിഷ്യൻ, പീഡിയാട്രീഷ്യൻ, സർജൻ, ഐ സ്പെഷ്യലിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? CHSയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായോ? ഞാൻ പറഞ്ഞ CHC, PHC, സബ് സെന്റർ ഒക്കെ പിടികിട്ടിയോ? മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി നമുക്കത് അടുത്തതിലോട്ട് പോകാം. കണ്ടോ? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം പ്രവർത്തിക്കുന്നത്? ഏതിന്റെയൊക്കെ അണ്ടറിലായിട്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കി കാണാൻ പോകുന്നത് കേട്ടോ.
അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നാഷണൽ ലെവൽ അല്ലെ, നാഷണൽ ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ എന്താണ് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ആഭ്യന്തരം അല്ലെ, ആഭ്യന്തരം വരുന്നുണ്ട്, അതുകൂടാതെ ഡിഫൻസ് വരുന്നുണ്ട്, പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, റെയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. അങ്ങനെ എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ, ആരോഗ്യ മന്ത്രാലയം എന്ന് പറയുന്നത് അതിനകത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നാഷണൽ ലെവലിൽ നിന്ന് നോക്കിക്കാണുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു എന്താ പറയാ ഒരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ തന്നെ പല പല എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിലൊന്നാണ് എന്ത് ഈ ഒരു ഹെൽത്ത് മിനിസ്ട്രി. അതിനെയാണെന്ന് പറയുന്നേ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നാണ് പറയുന്നത്. നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിനെ പറയുന്ന പേരാണെന്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എവിടെ പ്രവർത്തിക്കുന്നതാണത്, സെൻട്രൽ കേട്ടോ, സെൻട്രൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇനി അതിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂട്ടീസ്. യൂട്ടീസ് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നാഷണൽ ലെവലിലെ അണ്ടറിലാണ് എന്ത് വരുന്നത്, സ്റ്റേറ്റ് ലെവൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ കേരളയും കൂടി ഉൾപ്പെടുന്നത് എന്തിലാണ്, സ്റ്റേറ്റ് ലെവലിലാണ്. അപ്പൊ നാഷണൽ ലെവലില് അണ്ടറിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇനി അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ഡിസ്ട്രിക്ട് ലെവലുകൾ വരുന്നത്, ഡിസ്ട്രിക്ട് ലെവൽ വരുന്നത് കേട്ടോ. ഇനി അതിന്റെ കീഴിലായിട്ട് എന്ത് വരുന്നുണ്ട്, റൂറൽ ഏരിയാസ് വരുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവലിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഒന്ന് റൂറൽ ഏരിയാസിലുണ്ട് CHC, PHC, സബ് സെന്റർ കേട്ടോ. ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് പോയിരിക്കുന്നതാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. റൂറൽ ഏരിയാസിലാണെങ്കിൽ CHC ഉണ്ട്, PHC ഉണ്ട്, സബ് സെന്റർ ഉണ്ട്. ഇനി അർബൻ ഏരിയാസിലാണെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ് ആണ് ഉള്ളത്. അപ്പൊ ഞാനൊന്ന് എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം ഇത് എങ്ങനെയാണ് വർക്കിംഗ് ആവുന്നത് കേട്ടോ. അതായത് നാഷണൽ ലെവല് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഹെഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നമ്മൾക്കിപ്പോ സ്റ്റേറ്റ് ലെവലിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് കൊറോണ എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ നേരിട്ടതാണ് അല്ലെ, ആ ഒരു ഡിസീസ് നമ്മൾ നേരിട്ടതാണ്. കാരണം നമ്മളെന്താണ് ലോക്ക്ഡൌണിലേക്കൊക്കെ നയിച്ച ഒന്നാണ് ഈ കൊറോണ എന്ന് പറയുന്നത്, ഒരു മഹാമാരിയായിട്ട് തീർന്നതാണ്. അപ്പൊ ഈ സംഭവം, അതായത് ഈ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ, അതായത് കൊറോണ എന്നുള്ള എന്തെങ്കിലും ഒരു എപ്പിഡമിക് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യം നമ്മൾക്കുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എന്താണോ ഇനി അടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന്, കാരണം ഇതെന്ന് പറയുന്നത് ടോട്ടലി സ്പ്രെഡ് ആവുന്ന ഒന്നാണ്, അത് എല്ലാവരും ഭയക്കുന്നത്. കാരണം എന്താണ്, ഒരു സംസ്ഥാനത്ത് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാല് അവിടെ നിന്നുള്ള ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവിടെയും ഇത് സ്പ്രെഡ് ചെയ്യും അല്ലെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ആഗോളതലത്തില് ഗ്ലോബലി വ്യാപിക്കുന്ന ഒരൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ശ്രദ്ധ ഇതിന് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള എപ്പിഡമിക് ഒക്കെ വരുമ്പോൾ എന്താണ് ഈ നാഷണൽ ലെവലിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് എങ്ങോട്ട് പോകുന്നത്, സ്റ്റേറ്റ് ലെവലിലോട്ടും യൂണിയൻ ടെറിട്ടറീസിലോട്ടും പോകുന്നത്. ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ എന്താണ് റിപ്പോർട്ട് ചെയ്തപ്പോഴെന്താണ് അങ്ങനെയുള്ള, അതായത് ഈ ഒരു രോഗത്തിന് തടയിടാൻ വേണ്ടിയിട്ട് എന്താണ് സെൻട്രൽ ലെവലിൽ നിന്ന്, അതായത് നാഷണൽ ലെവലിൽ നിന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ സ്റ്റേറ്റ് ലെവലില് നമുക്കൊരു മിനിസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, ഒരു ആരോഗ്യ മന്ത്രാലയം നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ധാരാളം ആളുകളുണ്ട് അല്ലെ വർക്കിംഗ് ആയിട്ടുള്ള. സ്റ്റേറ്റ് ലെവലില് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ മിനിസ്റ്റർ ആരാണ്, നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ലെവലിലെ ആരോഗ്യമന്ത്രി ആരാ, അപർണ, നമ്മുടെ ആരോഗ്യമന്ത്രി ആരാ, കേരളത്തിലാണോ? കേരളത്തിലെ വീണ ജോർജ് അല്ലെ, വീണ ജോർജ് ആണ്. അപ്പോ നിർദ്ദേശം വരുന്നത് ആർക്കായിരിക്കും അവിടെ നാഷണൽ ലെവലിൽ നിന്ന്, ആർക്കായിരിക്കും വരുന്നേ, നിർദ്ദേശം പോകുന്നത് ആർക്കായിരിക്കും,
വീണ ജോർജ്. ആ അതെ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. അവരിലേക്ക് ഈ നിർദ്ദേശം എത്തും. പിന്നെ അവര് നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു എപ്പിഡമിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പുതിയ രോഗമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്താണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരു കോൺഫറൻസ് അല്ല, ഒരു ചർച്ച, ഒരു മന്ത്രിസഭാ യോഗം ഇങ്ങനെ ചർച്ച ഉണ്ടാകും. അപ്പൊ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ന്യൂസ് ചാനലിലും മറ്റും കേട്ടോ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വാർത്താ സമ്മേളനം വെക്കുകയും വീണ ജോർജ്, അതായത് ഈ മന്ത്രിയുടെ, അതായത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും അവരുടെ കീഴിൽ എന്തുണ്ടാവും, ഒരു സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ടാവും, പിന്നെ പല പല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റില്. ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്, ആ സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങള് പിന്നീട് തീരുമാനിക്കുന്നത്. നാഷണൽ ലെവലിൽ നിന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത് കേട്ടോ. അവരിൽ നിന്നൊരു അഡ്വൈസ് നമുക്ക് എപ്പോഴും കിട്ടും. നാഷണൽ ലെവലിലെ കാര്യം അവരിൽ നിന്ന് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ഫൈനലായിട്ട് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, അവര് സമ്മേളനം അല്ലെ, ചർച്ചകളൊക്കെ നടത്തുന്നത് കണ്ടിട്ടുള്ളതാണ്. ഈ രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അപ്പൊ തന്നെ എന്താണ് ചർച്ചയും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. തുടർന്ന് എന്താണ് ചെയ്യുന്നത്, ഇത് സ്റ്റേറ്റ് ലെവലിൽ മാത്രമല്ല ഇത് ഒതുങ്ങി നിൽക്കുന്നത് അല്ലെ. സ്റ്റേറ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യണം, ഇത് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലുണ്ട് അല്ലെ, നമുക്ക് കേരളത്തില് 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലേക്ക് എന്ത് പോകണം, ഈ ഒരു കൊറോണ റിപ്പോർട്ട് ചെയ്തത് സംബന്ധിച്ചതാണെങ്കിൽ ആ കൊറോണയെ കുറിച്ചിട്ടുള്ള ആ ബോധവൽക്കരണ പരിപാടികൾ, പ്രതിരോധ മാർഗങ്ങളൊക്കെ എങ്ങോട്ട് പോകണം, ഈ 14 ഡിസ്ട്രിക്റ്റിലോട്ടായിട്ട് പോകണം അല്ലെ. എന്നാൽ മാത്രമേ ആ ജില്ലകളിലെ ജനങ്ങൾക്ക് ഇതിലൂടെയുള്ള ഒരു ബോധം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ്, ഈ സ്റ്റേറ്റ് ലെവലിൽ നിന്നാണ് എന്ത് പോകുന്നത്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നിർദ്ദേശങ്ങള് പോകുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നിർദ്ദേശങ്ങള് പോകുന്നു. ഡിസ്ട്രിക്ട് ലെവലില് പ്രവർത്തിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലെ ആരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കളക്ടറേറ്റിലാണ് കേട്ടോ. ഓരോ ജില്ലയിലും ഓരോ കളക്ടറേറ്റ് ഉണ്ടാകും. ആ കളക്ടറേറ്റിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് കേട്ടോ. തുടർന്ന് അവിടെ നിന്ന് എന്താണ്, അവിടെ നിന്നാണ് റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ചും CHC, PHC, നമ്മുടെ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല്, അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകള്, ഇവിടേക്കൊക്കെ നിർദ്ദേശം പോകുന്നത് എവിടെ നിന്നാ, ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ് നിർദ്ദേശം പോകുന്നത് കേട്ടോ. അതായത് കളക്ടറേറ്റ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ത്, നമ്മുടെ ജില്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു റൂറൽ ഏരിയസിലേക്കൊക്കെ വിവരം പോകുന്നത്. പിന്നെ അർബൻ ഏരിയസ് ആണെങ്കിൽ ഹോസ്പിറ്റൽസിനും ഡിസ്പെൻസറീസും പറയുന്നുണ്ട് കേട്ടോ. അർബൻ ഏരിയ ആണെങ്കിൽ ഹോസ്പിറ്റലാണ്, റൂറൽ ഏരിയ ആണെങ്കിൽ CHC, PHC ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ എന്താ പറയുന്നത് പോകുന്നത്. നാഷണൽ ലെവലിൽ നിന്ന് തുടങ്ങി സബ് സെന്റർ, PHC അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ എത്തുന്നത് ഇങ്ങനെയാണെന്ന് ഓർത്തു വെക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്റെ ഒരു ക്രമം മനസ്സിലായോ? മനസ്സിലായോ ഗോപിക, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ. ആദ്യം നാഷണൽ ലെവൽ, പിന്നെ അവിടുന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് നിർദ്ദേശങ്ങൾ ചെല്ലും. പിന്നെ അവിടുന്ന് ഡിസ്ട്രിക്ട് ലെവല്, പിന്നെ ഓരോ റൂറൽ ഏരിയസിലെ CHC ആദ്യം, പിന്നെ PHC, പിന്നെ സബ് സെന്റേഴ്സ്. അത്രയും കാര്യങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, സബ് സെന്റർ ഒന്ന് പറഞ്ഞേ നിങ്ങൾ, ആരെങ്കിലും ഒരാൾ പറഞ്ഞ സബ് സെന്റർ. സബ് സെന്റർ ഒന്ന് പറഞ്ഞേ, ഞാൻ എഴുതുന്ന പോയിന്റ്സ് ആരെങ്കിലും. ഗോപിക ഒന്ന് വായിച്ചേ. ഗോപിക. It provides institutional basic of primary care. It performs basic medical service and immunization. Temporary structure, employee 1 to care workers, treat 5,000 patients. ക്ലിയർ ആവുന്നില്ല പറയുന്നേ. ഒരു മിനിറ്റ്, പ്രതീഷ് എന്ന് പറയാമോ? പ്രൈമറി ഹെൽത്ത് സെന്റർ
പ്രതീഷ് മാം ഞാൻ ആകെ കമ്മ്യൂണിറ്റി ഹെൽത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പ്രൈമറി ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. ആണല്ലേ? എന്നാ പറഞ്ഞൊന്ന് പറയോ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താണെന്ന്? ഇല്ല മാം, ഞാൻ ഇടയിൽ കട്ടായി പോയേ. കട്ടായി പോയോ? എഴുതിയെടുത്തിട്ടില്ലേ അപ്പൊ? ഇല്ല, ഞാൻ ഇപ്പൊ ഈ ലാസ്റ്റത്തെ മാത്രമേ എഴുതിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ലാസ്റ്റത്തെ മാത്രമേ എഴുതിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എന്നാ ലാസ്റ്റത്തെ ഒന്ന് പറയാം എന്താണെന്ന്. ലാസ്റ്റത്തേത്? അല്ല ഇല്ല, ഇപ്പൊ കഴിഞ്ഞത് നാഷണൽ കഴിഞ്ഞതല്ലേ? ആ. നമ്മുടെ നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? പേരറിയാമോ? നിങ്ങൾ കേരളത്തിന്റെ പറഞ്ഞില്ലേ വീണ ചോദിച്ചത്, അതുപോലെ നാഷണൽ ലെവലിൽ നമുക്കൊരു മിനിസ്റ്റർ ഉണ്ട് അല്ലെ? ആരോഗ്യമന്ത്രി. ആരാ അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? മൻസുഖ് മാണ്ഡവ്യ കേട്ടോ. അന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ. ഇപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സില് ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഫേസ് പറഞ്ഞതാണ്, സെക്കൻഡ് ഫേസ് പറഞ്ഞത്. തേർഡ് ഫേസിലാണ് പോസ്റ്റ് 2000 ശേഷമാണ് എന്താ തേർഡ് ഫേസ് വരുന്നത് അല്ലെ? അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് പറഞ്ഞു, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പറഞ്ഞു, പിന്നെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഏത് സ്റ്റേജിലാണ്? അത് തേർഡ് ഫേസിലാണ്. പിന്നെ സബ് സെന്റർ പറഞ്ഞു, അതായത് ബേസിക് ലെവലിലുള്ള പ്രൈമറി കെയർ നമുക്ക് കിട്ടുന്നത് സബ് സെന്ററിൽ നിന്നാണ്. പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ പറഞ്ഞു അല്ലെ? അത് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ്? ഒരു റെഫറൽ യൂണിറ്റ് ആണ് എന്ത്? പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ബെഡ്സ് ഉണ്ടാവും അല്ലെ? എത്ര ബെഡ്സ് ആണ്? അബൌട്ട് 5 ബെഡ്സ് ഇവിടെ ഉണ്ടാകും, പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകും. അതുകൂടാതെ 1 to ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകും. പിന്നെ എത്ര ആളുകൾക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? 30,000 പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെക്കൻഡറി സെക്ടർ ഓഫ് ആൻ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. 1,20,000 പീപ്പിളിനെ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് വരെ എവിടെ ആകാം? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാകാം അല്ലെ? പിന്നെ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, കൂടാതെ അറ്റ്ലീസ്റ്റ് എന്താണ്? ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ആണ് പറഞ്ഞത്, അതൊന്ന് നോക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നേ. ബാക്കി പിന്നെ എടുക്കാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. വായിച്ചിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലെ. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.